അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരാളുടെയും സമ്മതമില്ലാതെയാണ് നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവൻ എടുക്കാനുള്ള പൂർണ്ണ അവകാശവും അല്ലാഹുവിന് തന്നെയാണ്. പരിശുദ്ധ ഇസ്ലാം കർശനമായി വിരോധിക്കുന്ന ഒന്നാണ് ആത്മഹത്യ, സ്വയം ജീവൻ എടുക്കുക എന്നുള്ളത്. അല്ലാഹു തആല അങ്ങനത്തെ അവസ്ഥകളെ തൊട്ട് നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ഒരാള് ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണ് അയാളുടെ മയ്യത്ത് പരിപാലനം നടത്തേണ്ടത്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും കാലം നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണം. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നു, ഒരു സാധാ മയ്യത്ത് എങ്ങനെയാണോ പരിപാലനം ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ആത്മഹത്യ ചെയ്തവരുടെ മയ്യത്തിനെയും പരിപാലിക്കേണ്ടത്. അതിൽ യാതൊരുവിധ ഏറ്റക്കുറച്ചിലുകളും നമ്മൾ നടത്തരുത്. നമ്മൾ തീരുമാനിക്കണ്ട അയാൾക്ക് നരകം കിട്ടും, അയാൾക്ക് ശിക്ഷ കിട്ടും, അല്ലാഹു തആല അയാളെ തീരെ പരിഗണിക്കൂല എന്നൊന്നും നമ്മൾ തീരുമാനിക്കണ്ട. ആ വിഷയമെല്ലാം അല്ലാഹുവിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. പരിപൂർണ രൂപത്തിൽ മയ്യത്ത് പരിപാലനം നടത്തുക. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. എല്ലാവിധ ഖൈറും അല്ലാഹു തആല